നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ആകാശച്ചുഴിയിൽ വീണ് ആടിയുലഞ്ഞ് ഒരു യാത്രക്കാരൻ മരിക്കുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ച സംഭവമാണ്. വിമാനത്തിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ പോലും ചോദിച്ച ഒന്നാണ്, എന്താണ് ആകാശച്ചുഴി അഥവാ ടർബുലൻസ് എന്നത്. റോഡിലുണ്ടാകുന്നതുപോലെ ആകാശത്തിൽ ഇത്തരം ഗട്ടറുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും, അഥവാ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇതേ റൂട്ടിൽ മുൻപും ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ വളരെ ന്യായമാണ് താനും. അന്തരീക്ഷ വായുവിന്റെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വ്യതിയാനം കാരണം കാറ്റിന്റെ സമ്മർദ്ദത്തിലും ചലനവേഗത്തിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വിമാനത്തെ തള്ളുകയും വലിക്കുകയും ചെയ്യും. ഇതിനെയാണ് ടർബുലൻസ് അഥവാ ആകാശച്ചുഴി എന്ന് പറയുന്നത്. എയർ പോക്കറ്റ് അല്ലെങ്കിൽ എയർ ഗട്ടർ അഥവാ ക്ലിയർ എയർ ടർബുലൻസ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് സ്ഥിരമായി അനുഭവപ്പെടുന്ന ഒന്നല്ല. ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. ആകാശച്ചുഴിയിൽപ്പെട്ട് സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം 5 മിനിറ്റ് കൊണ്ടാണ് 1800 മീറ്റർ, ഏകദേശം 6000 അടി താഴ്ചയിലേക്ക് എത്തിപ്പെട്ടത്. അപകടത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ചിലരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് വിവരം. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ബോയിംഗ് 777 വിമാനമാണ് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രയിൽ ഈ അപകടത്തെ നേരിട്ടത്. ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് ഇത് ബാങ്കോങ്ങിൽ ലാൻഡ് ചെയ്തത്. വിമാനത്തിൽ 211 യാത്രക്കാരും 18 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് റഡാർ 24ന്റെ ട്രാക്കിംഗ് ഡേറ്റ പ്രകാരം സിംഗപ്പൂർ എയർലൈൻസ് ഫ്ലൈറ്റ് 37,000 അടി ഉയരത്തിലാണ് പറന്നുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ 3 മിനിറ്റ് സമയം കൊണ്ട് വിമാനം 31,000 അടി താഴ്ചയിലേക്ക് എത്തി. ആ നിലയിൽ ഏകദേശം 10 മിനിറ്റോളം തുടർന്ന ശേഷം വിമാനം വഴിതിരിച്ചുവിടുകയും അരമണിക്കൂറിനുള്ളിൽ ബാങ്കോക്കിൽ ഇറങ്ങുകയും ചെയ്തു. ഇതാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. മ്യാൻമറിന് സമീപം ആൻഡമാൻ കടലിന് മുകളിലായിരിക്കുമ്പോഴാണ് ആകാശച്ചുഴി ഉണ്ടായത്. അപകടമുണ്ടായി ഉടൻ തന്നെ വിമാനം അടിയന്തര ഘട്ടങ്ങളിൽ അയക്കുന്ന അന്താരാഷ്ട്ര സിഗ്നലായ 7700 എന്ന സ്വാക്ക് കോഡ് അയച്ചു നൽകിയിട്ടുമുണ്ട്. യാത്രക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനിടെയാണ് പെട്ടെന്ന് വിമാനം താഴ്ചയിലേക്ക് എത്തിയതെന്ന് സുവർണഭൂമി വിമാനത്താവളം ജനറൽ മാനേജർ കിറ്റിപോങ് കിറ്റിക്കച്ചോർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 7 യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും 23 യാത്രക്കാർക്കും 9 ക്രൂ അംഗങ്ങൾക്കും ഗുരുതരമല്ലാത്ത പരിക്കേറ്റതായും 16 പേർക്ക് നിസ്സാര പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു. ഇവർക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയതായും 14 പേർക്ക് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകിയതായുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപകടത്തിൽ മരിച്ച 73കാരൻ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞുവെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിമാനത്തിൽ അദ്ദേഹത്തിനൊപ്പം ഭാര്യയുണ്ടായിരുന്നതായും ഇവർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നുമാണ് റിപ്പോർട്ട്. ആകാശച്ചുഴികൾ മിക്ക വിമാനയാത്രകളിലും ഉണ്ടാകാറുള്ളത് തന്നെയാണ്. ചെറിയ തോതിൽ വിമാനം കുലുങ്ങുന്നത് കൂടാതെ ശക്തിയേറിയ രീതിയിൽ എടുത്തിട്ട് അടിക്കുന്നത് പോലെയും കടലിലെ തിരമാലകൾ പോലെ ആടി ഉലയുകയും ചെയ്യാറുണ്ട്. എന്നാൽ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആകാശച്ചുഴികൾ ഉണ്ടാകാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മൺസൂൺ കാലത്ത് മേഘങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് വിമാനം മേഘങ്ങൾക്കിടയിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കുലുക്കവും വ്യത്യാസവും തിരിച്ചറിയാൻ പറ്റാറുണ്ട്. രണ്ടാമത്തേത്, വേനൽക്കാലത്ത് ചൂടുകാലത്ത് വായു മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സമയത്തും കാറ്റിന്റെ ഗതിയിൽ മാറ്റമുണ്ടാകാം. അപ്പോഴും ഇത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാരണമാണ്, ഒരു വിമാനം യാത്ര ചെയ്യുന്ന അതേ പാതയിലൂടെ തന്നെ മറ്റൊരു വിമാനവും പിന്നാലെ വന്നാൽ ഉണ്ടാകുന്നതാണത്. എന്നാൽ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിമാനങ്ങൾ സഞ്ചരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ സാധ്യത അത്യപൂർവമാണ്. വലിയ മലനിരകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആകാശച്ചുഴികൾക്കുള്ള സാധ്യത ഏറെയാണ്. പലപ്പോഴും ശക്തമായ കാറ്റുള്ള കാലാവസ്ഥയിലാണ് ആകാശച്ചുഴി ഉണ്ടാകുന്നത്. സാധാരണ രീതിയിൽ ഒരു വിമാനം യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥ നിരീക്ഷിക്കുമ്പോൾ തന്നെ ആകാശച്ചുഴികൾ ഉള്ള സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അതിനാൽ തന്നെ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് പൈലറ്റുകൾക്ക് തയ്യാറായിരിക്കാനും സാധിക്കും. അതുമാത്രമല്ല, വിമാനം പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർക്ക് കൊടുക്കുന്ന അനൗൺസ്മെന്റിൽ ഇത് മെൻഷൻ ചെയ്യുകയും യാത്രക്കാർക്ക് തയ്യാറായിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യാറുണ്ട്. എന്നാൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്ലിയർ എയർ ടർബുലൻസ് ആണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്. കാറ്റിന്റെ പ്രവേഗത്തിലുള്ള മാറ്റം, അതായത് പരസ്പരം അടുത്തിരിക്കുന്ന 2 വായുപിണ്ഡങ്ങൾ വ്യത്യസ്തമായ വേഗതയിൽ നീങ്ങിയാൽ വെള്ളത്തിലെ ചുഴി പോലെ വായുവിലും ചുഴികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ആകാശത്തിലെ ഈ വ്യതിയാനങ്ങളെ നേരിടാൻ തക്ക വിധത്തിലാണ് പൊതുവെ എല്ലാ എയർലൈൻസുകളിലും വിമാന ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത്. ആകാശച്ചുഴിയെ നേരിടാൻ പൈലറ്റിന് മുന്നിൽ കാലാവസ്ഥാ റഡാർ ഡിസ്പ്ലേ പോലുള്ള സംവിധാനങ്ങളുണ്ട്. ചില സമയങ്ങളിൽ പൈലറ്റുമാർക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് തന്നെ ഇവ കാണാനും കഴിയും. വിമാനം ക്ലിയർ എയർ ടർബുലൻസിൽ പെട്ടാൽ എയർ ട്രാഫിക് കൺട്രോളർമാർ മറ്റു പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. ആകാശച്ചുഴിയിൽപ്പെട്ട മരണങ്ങൾ അപൂർവമാണെങ്കിലും പരിക്കേൽക്കുന്നവർ വളരെ അധികമാണ്. ആകാശച്ചുഴികൾ തന്നെ 4 തരംതിരിച്ചിട്ടുള്ളത്: ലൈറ്റ്, മോഡറേറ്റ്, സിവിയർ, എക്സ്ട്രീം എന്നിങ്ങനെ. പേര് പോലെ തന്നെയാണ് ഇതിന്റെ സ്വഭാവവും. മോഡറേറ്റ് രീതിയാണ് കൂടുതൽ സമയത്തും സംഭവിക്കാറുള്ളത്. എക്സ്ട്രീം ലെവൽ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. എക്സ്ട്രീം ലെവലിൽ വിമാനം ക്യാപ്റ്റന്റെ കൺട്രോളിൽ ആയിരിക്കില്ല. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ്. ആകാശച്ചുഴി മുൻകൂട്ടി പ്രവചിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാകാം. അതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗമെന്ന് വിദഗ്ധർ ഊന്നിപ്പറയുന്നുണ്ട്. ഇത്തരം അവസരങ്ങളിൽ പരിഭ്രാന്തരാകാതെ വിമാന ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ബാഗുകൾ ഉൾപ്പെടെയുള്ളവ സീറ്റിന്റെ അടിഭാഗത്ത് വെക്കുന്നതാണ് നല്ലത്. തലയ്ക്കു മുകളിലുള്ള റാക്കുകളിൽ നിന്ന് ഭാരമുള്ള ലഗേജുകൾ താഴേക്ക് വീഴാൻ സാധ്യത ഉള്ളതിനാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആകാശച്ചുഴിയിൽ പെട്ടു എന്നുള്ള ബോധ്യം വന്നാൽ ഉടൻ തന്നെ കുനിഞ്ഞിരുന്ന് തലയ്ക്ക് മുകളിൽ കൈവച്ച് തടസ്സം സൃഷ്ടിക്കേണ്ടതാണ്. ഛർദിലുണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കണം. വിമാനയാത്രയ്ക്കിടെ ക്യാബിൻ ക്രൂ അംഗങ്ങൾ സീറ്റിൽ ഇരിക്കാത്തതുകൊണ്ടാണ് അവർക്ക് മിക്കപ്പോഴും അപകടം പറ്റാറുള്ളത്. അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിമാനത്തിൽ സീറ്റിലിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കൂടുതൽ സമയം എണീറ്റ് നടക്കാതെ സീറ്റിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇത്തരം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതൽ. മലയാളി വാർത്ത ഇൻസൈറ്റ്.